ഹായ്. വിജയ് കാർത്തികേയൻ സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ മാർക്ക് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ സിനിമയിലെ സുദീപാണ് നായകൻ. ഈ സിനിമ ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റും ഉണ്ട്. പക്ഷെ ഈ സിനിമ കണ്ടപ്പോ 2025 തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു പടമാണെന്ന് തോന്നുന്നു. മാക്സ് എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ട്. സെയിം അതേപോലെ തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി കേട്ടോ. വലിയ മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയിലും എടുത്തു പറയാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവൻ ഒരു പോലീസ് ഓഫീസർ, അതായത് സസ്പെൻഷനിലുള്ള ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു ക്രിമിനൽ ലോജിക്കുള്ള ആൾക്കാരൊക്കെയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. സെയിം റൊട്ടേഷൻ തന്നെയാണ് ഈ പറയുന്ന മാർക്ക് എന്ന സിനിമയിലും വരുന്നത്. നമുക്കൊരു ഒരു ഡെപ്ത് ഫീലോ കാര്യങ്ങളൊന്നും ഈ സിനിമ കണ്ടിട്ട് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയൊന്നും ഫീലൊന്നുമില്ല. ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സന്ദീപിന്റെ ഒരു ഇടിപ്പടം അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ അതേപോലെ ഇതിൽ ഷെയിം ടൗൺ ചാക്കോ ഒരു ചെറിയ കുഴപ്പമില്ലാത്തൊരു പ്രധാന ഒരു കഥാപാത്രം പോലത്തെ ഒരു കഥാപാത്രം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു റോളൊക്കെ നമ്മൾ ഭയങ്കര ഗംഭീരമാണെന്നൊക്കെ വിചാരിക്കും. ഒരു ഫൈറ്റ് സീനുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ വിചാരങ്ങൾ മാത്രമേ നമുക്ക് നടക്കത്തുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ സിനിമയിലില്ല. ഇതിൽ ഫുൾ ടൈം സന്ദീപ് കുറെ ആൾക്കാരെ അടിച്ച് ഭാഗാക്കുന്നു, കൊല്ലുന്നു. പിന്നെ വേറൊരു മെയിൻ ഒരു വില്ലൻ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ കഥാപാത്രങ്ങളും കൊള്ളാം. ആ ഒരു വില്ലന്റെ ക്യാരക്ടറും കൊള്ളാമായിരുന്നു. പക്ഷെ സന്ദീപിന്റെ അടുത്ത് ലാസ്റ്റ് ഈ പറയുന്ന ഫൈറ്റും കാര്യങ്ങളായിട്ട് വന്നപ്പോൾ വളരെ ദുഷ്കരമായിട്ട് പോയി. പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ ഞാനിതിന്റെ തമിഴ് ഡബിങ് ആണല്ലോ കണ്ടത്. അപ്പോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഈ സിനിമയിലും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഒരു വൺ ടൈം സന്ദീപിന്റെ ഒരു ഇടിപ്പടം കണ്ടിരിക്കാൻ തോന്നുന്നവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ 2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള ലാഗ് ഉണ്ട്. സിനിമ കുറച്ച് ലാഗ് ഉണ്ട്. നമുക്ക് ഒരുപാട് സമയം ആയോ എന്ന് ഡൗട്ട് തോന്നുന്നു. ഞാൻ തന്നെ ഒരു 10 വട്ടം നോക്കിയായിരുന്നു ഇനി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് ഫൈറ്റിംഗ് പടങ്ങളാണെങ്കിൽ പോലും നമുക്കൊരു ത്രില്ല് തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. നല്ല ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു എന്തിനോ വേണ്ടിയിട്ട് ചുമ്മാ ഓരോ സീനുകളൊക്കെ വന്നെടുക്കുന്നു, ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു, വില്ലന്മാർ വരുന്നു, അതിൽ കുറച്ച് ഇമോഷൻസ് ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കൊച്ചുങ്ങളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയാണ് ഈ മാർക്ക് എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങൾ മാക്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു സിനിമയുമായിട്ട് ഇതിനെ യോജിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കേട്ടോ ഈ പറയുന്ന മാർക്ക് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവർ എന്തായാലും എനിക്ക് അഭിപ്രായം അറിയിക്കണം. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.